ഹലോ നമസ്കാരം. വേൾഡിൻ്റെ പുതിയൊരു UK വീഡിയോയിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് കിങ്ഡത്തിൽ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏപ്രിൽ 4 വന്ന അപ്ഡേറ്റാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ടും മലയാളത്തിലധികം കണ്ടൻറ്റ് കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് ഇത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കണ്ടൻറ്റാണ്. എങ്ങനെയാണ് UK ഈ മാറിയ സാലറി ത്രഷോൾഡുകൾ, മിനിമം വേജസിനെ പറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ഗൂഗിൾ ഷീറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടാബിലും ഓരോ സെക്ടർ, അപ്പോൾ പലതരത്തിലുള്ള സാലറി സിസ്റ്റമാണ് ഇവർ ശുപാർശ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് നമുക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് ആദ്യം തന്നെ പറയാം. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നാണ് പെർമനൻറ്റ് റെസിഡൻസിയെ പറയുന്നത് UK-യിലെ. അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അച്ചീവ് ചെയ്യണമെങ്കിലത്തെ സ്റ്റെപ്സ് എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, സ്റ്റുഡൻറ്റ് വിസയിൽ, അതായത് ടയർ 4 ജനറൽ വിസ എന്ന് പറയും. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്? അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റേ ബാക്കിന് പറയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് എന്നായിരുന്നു പണ്ട്. ഇപ്പോൾ ഗ്രാജുവേറ്റ് വിസ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാജുവേറ്റ് വിസയിൽ സാധാരണ 2 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്കാണ് ലഭിക്കുന്നത്. നമ്മൾ 2 ഇയേഴ്സിൻ്റെ മാസ്റ്റേഴ്സോ അല്ല 1 ഇയറിൻ്റെ മാസ്റ്ററോ ഇനി ബാച്ചിലേഴ്സോ 3 ഇയേഴ്സിൻ്റെയോ എന്ത് തന്നെ പഠിച്ചാലും 2 ഇയേഴ്സാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. 3 ഇയേഴ്സ് കിട്ടുന്നത് PhD പഠിക്കുന്നവർക്ക് സ്റ്റേ ബാക്ക് 3 ഇയേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇയേഴ്സിൻ്റെ കാലയളവിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ, ഒരു എംപ്ലോയറുടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വർക്ക് വിസയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർക്ക് വിസയ്ക്ക് സ്പോൺസർ ചെയ്യുമ്പോൾ സ്കിൽഡ് വർക്കർ വിസ നിങ്ങൾക്ക് കിട്ടും. ആ സ്കിൽഡ് വർക്കർ വിസയിൽ 5 വർഷം കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാച്ചിലേഴ്സ് 3 കൊല്ലം പഠിച്ചിട്ട് അതിനുശേഷം കിട്ടുന്ന 2 ഇയേഴ്സ് ടൈമിൽ വർക്ക് ചെയ്ത് എംപ്ലോയറിനെ ഇംപ്രസ് ചെയ്ത് 5 ഇയേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻസിക്ക് അർഹമാവും. അപ്പോൾ ഈ ഒരു 5 ഇയർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ഈ 5 ഇയറിൽ മിനിമം ഒരു സാലറി വേണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഏപ്രിൽ 4 വരെ ഒരു നിയമവും 4 ശേഷം ഒരു നിയമവും. അപ്പം എന്താണ് ആ നിയമം എന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. സ്പോൺസർഷിപ്പ് ലെറ്റർ ഏപ്രിൽ 4 മുന്നേ ലഭിച്ചവർക്ക് ലോവർ ഓൺഗോയിങ് സാലറി റേറ്റ് മതി. അല്ലാത്തവർക്ക് ഏപ്രിൽ 4 ശേഷമാണ് ലഭിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് സാലറി ഓൺഗോയിങ് ലിസ്റ്റ് വേണം. അപ്പോൾ ഇങ്ങനെ 2 ലിസ്റ്റ് അവൈലബിൾ ആണ്. ഈ ഓക്യുപ്പേഷൻസിനൊക്കെ 2 കോളങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ സ്ക്രീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സ്ക്രീനിലേക്കൊന്ന് പെട്ടെന്ന് പോകാം. നമ്മൾ ഈ സ്കിൽഡ് ഓക്യുപ്പേഷൻസ് 270ഓളം ഉണ്ട് ലിസ്റ്റ്. ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റും ലോവർ ഗോയിങ് റേറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനിലേക്ക് തിരിച്ചു വരാം. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിനിൽ പറയുന്ന കണ്ടീഷൻ ഒരു മിനിമം സാലറി നമ്മൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 4 ശേഷം അപ്ലൈ ചെയ്യുന്നവർക്ക് പുതിയ റേറ്റ് വേണം, വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ്. നമുക്ക് ലിങ്ക്സ് പേജിലേക്ക് വരാം. ഗോയിങ് റേറ്റ്സിനെ പറ്റി പബ്ലിഷ് ചെയ്തേക്കുന്ന ആദ്യത്തെ ലിങ്ക് തന്നെ നോക്കാം. 270 ഓക്യുപ്പേഷൻസിനാണ് ഇങ്ങനെ ഗോയിങ് റേറ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സ്കിൽഡ് വർക്കർ വിസ ഗോയിങ് റേറ്റ്സ് ഫോർ എലിജിബിൾ ഓക്യുപ്പേഷൻ കോഡ്സ് അത് കൊടുത്തിട്ടുണ്ട്. ആ 270 തന്നെ ഗ്രാജുവേറ്റ്സിന് അത്രയും, അതായത് ന്യൂ എൻട്രൻസിന് അത്രയും സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്കൊന്നാമതായിട്ട് ആ 270 ഫോർ എക്സാമ്പിൾ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് സീനിയർ ഒഫീഷ്യൽസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ് 84,100 പൗണ്ട്സ് പെർ ഇയർ ആണ്. ലോവർ ഗോയിങ് റേറ്റ് 54,700 ആണ് ലോവർ. ഇത് സാധാരണ അപ്ലൈ ചെയ്യുന്ന ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അപ്ലൈ ചെയ്യുന്ന ഒരു UK-കാരൻ്റെ കഥയാണിത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കഥ സെക്കൻഡ് ടാബിലാണ്. ഏറ്റവും ന്യൂ എൻട്രൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ട സാലറി ത്രഷോൾഡ് എന്താണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് സീനിയർ ഒഫീഷ്യൽസിന് 70% ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓൺഗോയിങ് റേറ്റ്, അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ 70% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 58,870 ആണ്. ലോവർ ഓൺഗോയിങ് റേറ്റിന് 70% ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഏപ്രിൽ 4 മുന്നായിട്ട് എംപ്ലോയർ സ്പോൺസർഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററിൽ നിങ്ങൾക്ക് വേണ്ട സാലറി ത്രഷോൾഡ് വാല്യൂ ഈ ആനുവൽ സാലറി 70% ഓഫ് ലോവർ ഓൺഗോയിങ് റേറ്റ് മതിയായിരുന്നു. ഇപ്പോൾ 4 ശേഷം അങ്ങനത്തെ സ്പോൺസർഷിപ്പ് കിട്ടുന്നവർ കോളം ഇയിലെ വാല്യൂ നോക്കണം. ആനുവൽ സാലറി 70% ഓഫ് സ്റ്റാൻഡേർഡ് ഓൺഗോയിങ് റേറ്റ്. സിമ്പിളാണ്, കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ഷീറ്റ് നോക്കുക. ഫസ്റ്റ് ഷീറ്റ് A1 എന്ന് ഞങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഷീറ്റ് ജനറിക്കായിട്ട് UK-യിൽ സ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്.
E2 ആണ് സ്റ്റുഡൻസിനെ ബാധിക്കുന്നത്. അപ്പം ഇതിൽ E2 ന്യൂ ഇൻട്രൻ്റ് ആരൊക്കെയാണ്? 26 വയസ്സിൽ താഴെയുള്ളവരോ, സ്റ്റുഡൻറ്റ് വിസയിൽ UK വന്നവരോ, UK ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരോ, ഗ്രാജുവേറ്റ് വിസയിൽ ഇപ്പോൾ UK ഇനി ഗ്രാജുവേറ്റ് വിസ കഴിഞ്ഞ് 2 കൊല്ലമായവർക്ക് വരെ ഇത് ആപ്ലിക്കബിളാണ്. ഇവരെല്ലാം ന്യൂ എൻട്രൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സ്റ്റുഡൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ നമ്മളെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുള്ള കോമ്പറ്റീഷനിൽ സ്റ്റുഡൻസിന് തന്നെ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട്. അതൊരു ഗുഡ് ന്യൂസായിട്ടാണ് കാണേണ്ടത്. എന്നിരുന്നാലും ഈ വരുന്ന ത്രഷോൾഡ്, ഇത്രയും സാലറി പല കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ചോദിച്ചാൽ മോർ ക്വാളിറ്റിയോടുകൂടിയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുക, നല്ല റാങ്കിങ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുക, കോമ്പറ്റീഷൻ കൂടുതലുള്ള എഞ്ചിനീയറിംഗ് IT ഒക്കെ ആണെങ്കിൽ തീർച്ചയായും 500 താഴെ വേൾഡ് റാങ്ക് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹെൽത്ത് സെക്ടറൊക്കെ ആണെങ്കിൽ 500 മേളിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ പറയുന്ന 270 ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ്, വെയർ ഹൗസ്, സീനിയർ പോലീസ് ഓഫീസർ. ഓക്കെ, ഇതിനകത്ത് ഞാൻ കുറച്ച് ഗ്രീനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒക്യുപ്പേഷൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ലോവർ സ്കെയിൽ അറ്റൈൻ ചെയ്താൽ മതി. ഇനി April 4 ശേഷമാണെങ്കിലും ലോവർ സ്കെയിൽ മതി. അവർക്ക് സ്റ്റാൻഡേർഡ് ഓൺ ഗോയിങ് റേറ്റ് വേണ്ട. 10ഓളം ഒക്യുപ്പേഷൻസ് ആണുള്ളത്. 2ലും A1ലും A2ലും അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് A2 തന്നെ ഡിസ്കസ് ചെയ്യാം. സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് സർവീസസ് ആൻഡ് പബ്ലിക് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, health care practice managers, residential day and domiciliary care managers and proprietors, biochemist and biomedical scientist, physical scientist. പിന്നെ ലിസ്റ്റ് താഴേക്ക് വരുമ്പോൾ laboratory technicians, dispensing opticians, pharmaceutical technicians, കെയർ വർക്കേഴ്സ് ആൻഡ് ഹോം കെയറേഴ്സ്, സീനിയർ കെയർ വർക്കേഴ്സ്. ഇങ്ങനെ 10 പേരാണുള്ളത്. അതുപോലെ PhD ചെയ്യുന്നവർക്കും റിലാക്സേഷൻ ഉണ്ട്. 70 to 90% ആണ്. സ്റ്റെം സബ്ജക്ട്സിനാണെങ്കിൽ 70% ഓഫ് ഓൺ ഗോയിങ് റേറ്റ് ആണ് പറയുന്നത്. ആൻഡ് നോൺ സ്റ്റെമ്മിലാണെങ്കിൽ 90% ഓഫ് ഓൺ ഗോയിങ് ആണ് പറയുന്ന ഫണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 10 ഒക്യുപ്പേഷൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് കൂടുതൽ റിലാക്സേഷൻ തന്നിരിക്കുന്നത് അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കുറച്ച് 9 ഒക്യുപ്പേഷൻസിന് മാത്രം എക്സ്റ്റൻഷൻ, സ്കിൽഡ് വിസയിൽ എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. ഈ 9 നല്ലതല്ല. പക്ഷേ ഈ 9 ആരെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് മാത്രം ഒരു റിലാക്സേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി പഠിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ട ആ 270 ഒക്യുപ്പേഷൻ ലിസ്റ്റ് തന്നേക്കുന്നതിൽ ഏതിലേക്കെങ്കിലും നോക്കുക എന്നുള്ളതാണ്. അതിൽ 10 സ്പെഷ്യലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീനായിട്ട്. ആ 10 വാല്യൂസിന് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ദാറ്റ് മീൻസ് അതിന് കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലാണത്. ഇനി അടുത്തതായിട്ട് നമ്മൾ സെക്ഷൻ Dയിലേക്ക് പോകാം. ഇതെന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊഫഷൻസിന് മാത്രം 38ഓളം ഒക്യുപ്പേഷൻസ് ഉണ്ട്. ഇതിന് വേറൊരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഇവർ പറയുന്നത്. നാഷണൽ പേ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഓരോ റീജിയനിലും എത്ര പേ ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് അനുസരിച്ച് ആ നാഷണൽ പേ സ്കെയിലിൻ്റെ ലിസ്റ്റ് വേറെ സെപ്പറേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടൊക്കെയാണ് സാലറി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രേഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് വലിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. അപ്പം മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ 38 ഒക്യുപ്പേഷൻസ് ഉള്ളതിൽ നല്ല ചാൻസ് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷണർ, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, തെറാപ്പി പ്രൊഫഷണൽസ്, മിഡ്വൈഫറി നഴ്സസ്, രജിസ്റ്റേർഡ് നഴ്സസ് എല്ലാം തന്നെ പല മെൻ്റൽ, അഡൽട്ട്, ചിൽഡ്രൻസ്, pharmacist, optometrist, dental practitioners, medical radiographers, paramedics, podiatrists, other health professionals not else classified, further education teaching professionals, secondary school teaching, primary school teaching, nursery education, അതായത് ഏർലി ചൈൽഡ്ഹുഡ് തൊട്ട് മോണ്ടിസോറി ലെവൽ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള എല്ലാ എഡ്യൂക്കേഷനും നല്ല സാധ്യതയാണ്. സോഷ്യൽ വർക്കേഴ്സ്, ഹെഡ് ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽസ്, മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ ടെക്നീഷ്യൻസ്, ടീച്ചിങ് അസിസ്റ്റൻസ്, എഡ്യൂക്കേഷൻ സപ്പോർട്ട് അസിസ്റ്റൻസ്, ആംബുലൻസ് സ്റ്റാഫ്, ഡെൻ്റൽ നഴ്സസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന 3 കാര്യങ്ങൾ. സോഷ്യൽ വർക്കിന് നല്ല ചാൻസ് UK ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഹെൽത്ത് സെക്ടറിൽ നല്ല ചാൻസാണ്. ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊഫഷൻസ്. ഇതിനെ മറ്റേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ള ഒക്യുപ്പേഷൻസ് ആണ്. അതിനെ നാഷണൽ വേജ് വെച്ചിട്ടാണ് അവരതിൻ്റെ ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നുകൊണ്ട് അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇതില്ല. നമുക്ക് പൊതുവേ അറിയാവുന്നൊരു കാര്യമാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിൽ UK നല്ല ചാൻസാണ്. അതുപോലെ സോഷ്യൽ വർക്കിലും. ഇത് UK മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടെ ഒരു നല്ല ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതും കൂടി കണക്കിലെടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നത് ഇത് പഠിക്കാൻ വരുന്നത് UK നല്ലതായിരിക്കും, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊഫഷണൽസിന്. പിന്നെ
ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 23 ഒക്യുപ്പേഷൻസ് ആണ് ഈ ലിസ്റ്റിലുള്ളത്. ഇതിന് നല്ല സാധ്യതയാണ്. ഈ 23 ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. മാനേജേഴ്സ് ആൻഡ് പ്രൊപ്രൈറ്ററി ഇൻ ഫോറസ്ട്രി, ഫിഷിംഗ് ആൻഡ് റിലേറ്റഡ് സർവീസ്, കെമിക്കൽ സയൻറ്റിസ്റ്റ്, ബയോളജിക്കൽ സയൻറ്റിസ്റ്റ്, social and humanities scientists, graphic and multimedia designers, laboratory technicians, pharmaceutical technicians, artists, dancers and choreographers, musicians, arts officers, agriculture and fishing, trade not else classified, welding, boat and shop builders and repairers, stone masons and related occupations, bricklayers, roofers, roof tilers, carpenters, construction and building trades, care workers and home carers, senior care workers, animal care services, ഫിഷിംഗ് ആൻഡ് അതർ എലിമെൻ്ററി അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്. അപ്പം ഇത്രയും ഒക്യുപ്പേഷൻസിൽ നല്ല സാധ്യതയാണ്. ഞാനത് ഓടിച്ച് പറഞ്ഞെങ്കിലും 23 പലതും നമുക്ക് കെയറർ കാണാൻ പറ്റിയായിരുന്നു. അതുപോലെ ഗ്രാഫിക് ആൻഡ് മൾട്ടിമീഡിയ ഡിസൈനേഴ്സ് കാണാൻ പറ്റി. അതുപോലെ സയൻറ്റിസ്റ്റ്, PhD ലെവലിലുള്ള പല ഒക്യുപ്പേഷൻസ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ മൊത്തത്തിൽ നമ്മളിതൊന്ന് അവലോകനം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഇമിഗ്രേഷൻ ലിസ്റ്റിൽ പറയുന്ന പലതും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒക്യുപ്പേഷൻസ് കാണാൻ പറ്റി അല്ലേ. കാർപ്പൻ്റർ, അതുപോലെ റൂഫ് ടൈലർ, റൂഫിൽ ടൈൽസ് അല്ലെങ്കിൽ ഓട് പോലത്തെ സാധനങ്ങൾ വിരിക്കുക, ഇത് റൂഫ് ടൈലർ, കാർപ്പൻ്റർ, റൂഫ് ടൈലർ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒക്യുപ്പേഷൻസ് ഒക്കെ നമ്മൾ അത് കണ്ടു. പക്ഷേ ഇത് നേരെ നമുക്കൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ആൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്റ്റേ ബാക്ക് ഗ്രാജുവേറ്റ് വിസയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ജോലി ശരിയായി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഓപ്ഷൻസിനെ പറ്റി നോക്കാം. ഇത് പഠിച്ച് ഇതുവഴി പെർമനൻറ്റ് റെസിഡൻസി കുറച്ചുകൂടെ ഈസി ആക്കി എടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ജോലി കൂടുതലാണ് ഇമിഗ്രേഷൻ ലിസ്റ്റിൽ. അപ്പോൾ ഇതൊരു പോംവഴിയാണ്. അത് നിങ്ങൾ നോക്കുക, നിങ്ങൾ എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതിനെ കൂടി പരിഗണിക്കുക. അതുപോലെ വിസ ഹോപ്പിംഗ് ഒന്നും ഏതായാലും UK ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അതായത് ഒരു സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് വേറെ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. അവിടെ ഓൺ ഷോർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, ഈ ഒക്യുപ്പേഷൻസിലൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. ഇനി അതല്ലാതെ IT എഞ്ചിനീയറിങ്ങോ ഒക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പാക്കുക നിങ്ങൾ 500-ൽ താഴെ വേൾഡ് റാങ്ക് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി നല്ല എഡ്യൂക്കേഷൻ പ്രാപ്തമാക്കാൻ ശ്രമിക്കുക. നല്ല മാർക്സ്, നല്ല ഗ്രേഡോടുകൂടി പാസ്സാവാൻ ശ്രമിക്കുക. നോളജ് ഇസ് പവർ, നോളജ് ഇസ് വെൽത്ത്. അത് മനസ്സിലാക്കി UK ഡിസൈഡ് ചെയ്യുക. കാരണം UKയിലേക്ക് 45% മാർക്കുള്ള കുട്ടികൾ വരെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നു എന്ന് മനസ്സിലാക്കാം. ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ മാർക്സ് അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ പോയി നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം നിങ്ങളുടെ വിജയ സാധ്യത നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇതിൽ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ നിങ്ങൾക്ക് തോന്നിയാലും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. UK ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നായിരുന്നു. UK എനിക്ക് ഈ ഒരു സാലറി ത്രഷോൾഡിനെ പറ്റി നിങ്ങൾ പറയാതെ UK പറ്റി വീഡിയോ ചെയ്യരുത് എന്നുള്ള കാര്യം. അത് ആ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് ഞങ്ങളോട് പറയുക. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാണ്, കൂടുതൽ പഠിക്കാനും കൂടുതൽ സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സ്റ്റുഡൻസിലേക്കും ഫ്യൂച്ചർ സ്റ്റുഡൻസിലേക്കും അവരുടെ പേരൻസിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുവരെയും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഓല യൂട്യൂബ് ചാനൽ.